പോലീസിന്റെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തുന്ന കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാതൃകാപരമായ നിലപാടെടുക്കുന്നു. നേരത്തെ സ്വതന്ത്ര സ്വഭാവം ഇല്ലായിരുന്നു. പോലീസ് വാസ് നോട്ട് ഇൻഡിപെൻഡന്റ്. അതായിരുന്നു പ്രധാന പ്രശ്നം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ മന്ത്രിയും ഭരണകക്ഷി നേതാക്കന്മാരും ഇടപെടുന്നു. കറപ്റ്റഡ് ഒഫീഷ്യൽസിനെ പ്രധാന സ്ഥാനത്തിരുത്തുന്നു. മെറിറ്റ് പ്രകാരം പോലീസ് ഓഫീസേഴ്സിനെ കസേരയിൽ ഇരുത്തിയില്ല. ഇങ്ങനെയുള്ള കുറെ പ്രശ്നം വന്നു. പിന്നെ ഈ അന്വേഷണവും ഇപ്പോഴുള്ള അന്വേഷണവും പഴയ അന്വേഷണം തമ്മിലുള്ള വ്യത്യാസം, അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിലടിച്ചില്ലേ? UDF ഭരണകാലത്ത് ഈ വിഷയത്തിനകത്ത് ഈ ജിഷ അന്വേഷണത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിലടിച്ചില്ലേ? മുഖം മൂടിയിട്ട 3-4 ആളുകളെ കൊണ്ടുപോയില്ലേ? പെരുമ്പാവൂർ DYSPയുടെ ഓഫീസിലേക്ക് ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ആളെ പറ്റിക്കാൻ. ഇതൊക്കെ ഒരു പോലീസ് ഓഫീഷ്യൽസ് മാത്രം ആലോചിച്ച് ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്ഥാനത്തിന് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന് ഈ അന്വേഷണത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം, ഒരു സ്പെഷ്യൽ ടീം, അതും ഒരു ലേഡി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ടീം, ആ ടീം അന്വേഷിക്കുന്നു, ആ ടീം മുന്നോട്ട് പോകുന്നു. ആ കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടുന്നില്ല, സ്വതന്ത്രമായി കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ ജനത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് ഈ അന്വേഷണവും പഴയ അന്വേഷണവും തമ്മിലുള്ള വ്യത്യാസം. UDFന്റെ ജ്യോതികുമാറിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെ മനസ്സിലാക്കും. അത് അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ഒരാഴ്ച മുമ്പൊക്കെ UDFന്റെ നേതാക്കന്മാർ ഇപ്പൊ എന്തായി അന്വേഷണം ഒന്നും ആയില്ലല്ലോ, എന്തായി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇത് അവരുടെ നിലവാര തകർച്ചയാണ്. ഇത്തരം വിഷയങ്ങളില്ല, അങ്ങനെയല്ല കാണേണ്ടത്. ഇത്തരം വിഷയങ്ങൾ മെറിറ്റ് പ്രകാരമാണ് കാണുന്നത്. കേരളത്തിൽ നാളെ ഒരു ജിഷ പോലുള്ള ഒരു സംഭവം ഉണ്ടാകരുത്, ഇതാണ് കാണേണ്ടത്. അതിൽ മറ്റു രാഷ്ട്രീയം നോക്കരുത്. അതിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ UDFന് സാധിച്ചില്ല. നാളെ ഒരു ജിഷ സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള മാതൃകാപരമായ ഒരു പോലീസ് സംവിധാനം ഇവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നതുണ്ട്. നാളെ ഒരു അമ്മക്കും സഹോദരിക്കും ഈ അനുഭവം ഉണ്ടാകരുത് എന്ന് LDF ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സ്വതന്ത്രമായ ഇടപെടലിന്റെ ഭാഗമായി മിടുക്കനായ ഒരു ടീമിന്റെ അന്വേഷണത്തിലൂടെ സാധിച്ചു.